ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുണ്ണിയെ കുഞ്ഞ അങ്ങോട്ട് നോക്കേ. അപ്പോൾ ഇന്ന് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് അവിടെയാണ് അമ്പലത്തിൽ ചോറ് വയ്ക്കാൻ പോലെ നിന്ന് സദ്യ ഉണ്ട്. അപ്പോൾ അച്ഛനും അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതാ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നെല്ലിക്ക ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ മാറ്റി ഒരുങ്ങി ഇങ്ങനെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കണം. വെയിലാണ് എൻ്റെ അമ്മ. ഇനി ഇവളൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൊക്കെ തൊട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള ഒരുങ്ങാണ്. അപ്പോൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പൊട്ടൊക്കെ തൊടാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ണെഴുതാന്നില്ല കേട്ടോ. കണ്ണെഴുതാൻ സമ്മതിക്കുകയില്ല. ചെറിയ കുട്ടിയെന്നെങ്ങാനും എഴുതുകയാണ്, പിന്നെ സമ്മതിക്കുകയില്ല. അപ്പോൾ അതാ അവൾ ഫുള്ളും സെറ്റായി കിക്കിലാവുന്നുണ്ട് എന്ന തല ഇങ്ങനെ ഇരുന്നിട്ട്. ഇത് കിറ്റിമോളാണ്, കിറ്റിമോള് അല്ലേ? അമ്മയ്ക്ക് കിറ്റിമോളല്ലേ? കിക്കിലാണ്. അതാ ഞങ്ങൾ രണ്ടാളും സെറ്റായി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. മുട്ടായി വാങ്ങി പൈസ കൈ പിടിച്ചേക്കാം. അപ്പം നല്ല വെയിലാണ്. കുടയൊക്കെ കൊണ്ടാണ് പോണത്. ഉണ്ടോ? നല്ല വെയിലാണ്. എൻ്റെ അമ്മോ, പുറത്തിറങ്ങാൻ കഴിയില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ ഇനി അങ്ങോട്ട് മുന്നോട്ടൊക്കെ ആൾക്കാർ ഇനി പുറത്തിറങ്ങി പണിയെടുക്കുന്ന ഒരവസ്ഥ ആലോചിക്കാം. അപ്പോൾ അത് അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. വന്നപ്പോൾ തന്നെ അമ്മച്ച വിളിച്ച് ചെല്ലുകയാണ്. പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് അച്ഛൻ ഞങ്ങൾ വന്നപ്പോൾ കേട്ടോ. ഇന്ന് ചോറൂണുണ്ടായതുകൊണ്ട് ചെറിയൊരു സദ്യ ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ കേട്ടോ അമ്പലത്തിൽ സ്ഥിരം ചോറ് വയ്ക്കാൻ ഒരാളുണ്ട്. അപ്പോൾ ആൾക്ക് സുഖമില്ലാതെക്കുമ്പോഴും അതുപോലെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അമ്മനെ വിളിക്കൽ. അപ്പം എന്നാൽ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് സുഖമില്ല. അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ട്. അപ്പം കേട്ടോ നമ്മുടെ അമ്പലം. ഈ ഒരു അമ്പലത്തിൽ അങ്ങനെ എല്ലാവർക്കും കയറാം. മുസ്ലിങ്ങൾക്ക് കയറാം, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റുന്ന അമ്പലമാണ്. അപ്പോൾ കേട്ടോ നമ്മുടെ അമ്പലത്തിൽ പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താട്ടോ. ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ കണ്ണാടി കൂടെ ഒക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുക. അപ്പോൾ ഇതാ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ടൊക്കെയാണ്. അച്ഛനും അമ്മയും തകർത്ത് പണിയില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ തേങ്ങ ചിരവിയുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിനെ നോക്കിയോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ എങ്ങനെ അവരോളെ പിടിച്ചാലും നിൽക്കാനൊന്നും കഴിയില്ല. ഓളെ അച്ഛൻ്റെ അടുത്തൊന്നും ഒതുങ്ങി നിൽക്കില്ല, വണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓളെ നോക്കി നടന്നു. പൂജ കഴിഞ്ഞപ്പോൾ അവിലും ശർക്കരയും തേങ്ങയും പഴമൊക്കെ ഇട്ടുകൊണ്ടാണ് പ്രസാദം. അത് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിൽ കോഴി വെട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ കോഴീനെ കൊന്നിട്ടിട്ടത് ഞാൻ അതിന് വേവിച്ചാണ്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളില്ലാത്തവർക്കൊക്കെ അങ്ങനെ കൊടുത്ത ഊഞ്ഞാലും കാര്യങ്ങളൊക്കെയാണ്. കോഴിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടി തുടങ്ങി കേട്ടോ. നമ്മളവിടെ പോയി പ്ലേറ്റിൽ വാങ്ങിച്ചുകൊണ്ടുവരാം. അങ്ങോട്ട് ഫുഡ് അടി കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ് അവിടെ കഴുകിയിട്ട് നമ്മളവിടെ വെക്കും വേണം. അവിയൽ, അച്ചാർ, ഉപ്പേരി, പപ്പടം, പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. കുറച്ച് പായസവും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു കേട്ടോ. പോന്നപ്പോൾ എല്ലാം ലുക്കല്ലേനല്ലോ, വെയിൽ കൊണ്ട് കരി. അപ്പോൾ മോൾ ഉറങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓളെ പാലെടുത്ത് ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ.